ഹലോ ക്ലാസ് ഫോർ ഫാമിലി. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് മിസ്സിന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈൻസ് ആൻഡ് ഷേപ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് ഷേപ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപങ്ങളാണ് അല്ലേ. പല രൂപങ്ങൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഷേപ്പാണ് ഇത്. ഈ ഒരു ഷേപ്പിന് നമ്മൾ എന്താ പറയുക? നമ്മുടെ വള പോലെയുള്ള ഈ ഒരു ഷേപ്പ് എന്താ പറയുക? യെസ്, ഇതാണ് സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിൾ. വൃത്തം എന്ന് മലയാളത്തിൽ പറയും. വൃത്തം. വട്ടം എന്ന് എഴുതരുത്, വൃത്തം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഷേപ്പാണ് ദേ ഇത്. ഓക്കെ, ഇതിൽ 4 ലൈൻസ് ഉണ്ടായിരിക്കും. നോക്കിക്കേ, ഇവിടെ ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സർക്കിളിന് ലൈൻസിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4, അതായത് 4 ലൈൻസ് എൻ്റെ മക്കൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ 4 ലൈൻസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരം. കണ്ടോ? ഓക്കെ, ഇനി ഇതേപോലത്തെ വേറൊരാളാണ് ദേ ഇവൻ. പക്ഷെ ഇവനൊരു പ്രത്യേകതയുണ്ട്. ഇവന് 4 ലൈൻസ് ഉണ്ട് അല്ലേ. 1 2 3 4. പക്ഷെ 4 ലൈൻസിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ നീളം ഒരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെൻറ്റിമീറ്റർ ആണ്, ഇതും 5 സെൻറ്റിമീറ്റർ ആണ്, ഇതും 5 സെൻറ്റിമീറ്റർ തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ എല്ലാ വശങ്ങളും ഈക്വൽ ആണ്. എല്ലാ ലൈൻസും സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ഷേപ്പിനെ നമുക്ക് സ്ക്വയർ എന്ന് പറയാം. മലയാളത്തിൽ സമചതുരം. എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഷേപ്പാണ് ദേ ഈ ഒരു ഷേപ്പ്. ഇവിടെ എത്ര ലൈൻസ് ഉണ്ട് നോക്കിക്കേ. എത്രയാ? 1 2 3 അല്ലേ. 3 ലൈൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് ഈ ഒരു ഷേപ്പ്. ഇതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയാം. ട്രയാങ്കിൾ. ത്രികോണം. മലയാളത്തിൽ ത്രികോണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 4 ഷേപ്സ് ആണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സർക്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ. അതായത് വൃത്തം, ചതുരം, സമചതുരം, പിന്നെ ത്രികോണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിൽ ഏത് ഷേപ്പാണ്? ഇവിടെ മിസ് നമ്പർ കൊടുക്കാം. ഇത് 1, ഇത് 2. ഇതിൽ 1 ആണോ 2 ആണോ സർക്കിൾ എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? സർക്കിൾ എന്ന് പറഞ്ഞാൽ വൃത്തം. വൃത്തമാണ്. ഇതിലേത് പിക്ചറാണ് വൃത്തത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ദെൻ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക.